എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഫുൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വണ്ടിയുടെ ഫുൾ മെഷർമെൻറ്റ്സ്, അതായത് സൈഡും ബാക്കും ഫ്രണ്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ അളവുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന BS6 ZS3 ആണ്. ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ചെറിയൊരു ടോപ്പ് ലൈറ്റ് കൂടി സെറ്റാക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ വണ്ടിയുടെ പണി ഏകദേശം ഫുള്ളായിട്ട് തന്നെ കഴിയും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ടൈം ഏകദേശം ഒരു 10-50ഓളം പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മെഷർമെൻറ്റ്സ് തരുമോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്നേരം വണ്ടിയുടെ അളവ് ഞാനങ്ങനെ വേറൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് ഫോം ഷീറ്റിൽ തന്നെ അളവൊക്കെ എടുത്ത് അതിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും മെഷർമെൻറ്റ്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ ബ്ലൂ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷർമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിടക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ വരുന്നൊരു വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അതായത് പണി ഫുള്ള് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു റിവ്യൂ പോലെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അന്നേരം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ജസ്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അത് നോക്കാം. അപ്പോൾ ഇത് 13 സെൻറ്റിമീറ്റർ വീതിക്കാണ് ഈ ഒരു വണ്ടി ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് വീതി 13 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ഒരു വീതിക്ക് കണക്കുള്ള അളവാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് കറക്റ്റ് ഒരു ഒറിജിനൽ ബസ്സിൽ പോയി എടുത്ത അളവോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കണ്ടിട്ട് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അളവ് യൂസ് ചെയ്താൽ മതി. ഇത് ഒറിജിനൽ അളവാണോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അപ്പം കറക്റ്റ് ഞാനൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി, അതുപോലെ തന്നെ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു അളവ് മതി നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അളവ് കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ചെയ്ത അളവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ സൈഡിൻ്റെ അളവ് തന്നെയാണ് കാണിക്കുന്നത്. ഫ്രണ്ടിനും ബാക്കിനും പിന്നെ പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, അതിൻ്റെ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കാം, സൈഡ് പോർഷൻ്റെ അളവ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സ്കേർട്ടിംഗ് ആണ് ഈ ഒരു പീസ് വരുന്നത്. ഇത് സ്കേർട്ടിംഗ് അല്ല, ഇത് ഡോറിൻ്റെ സ്റ്റെപ്പിന് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പീസ് അവിടെ വന്നതാണ്. അപ്പോൾ അത് നോക്കണ്ട, ഈ ഒരു സ്കേർട്ടിങ് കൂട്ടണ്ട. ഈ ഒരു ബോഡീൻ്റെ ഈ ഒരു അടിഭാഗം മുതൽ ക്വാർട്ടർ ഗ്ലാസ് തുടങ്ങുന്ന വരെയുള്ള അളവ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ അല്ലല്ലോ, 6.5 സെൻറ്റിമീറ്റർ. സോറി, ഫസ്റ്റ് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് മുതൽ ഇതുവരെ 6.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഒരു പേപ്പർ നോക്കിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ എഴുതിയ അളവ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 6.5 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞ് ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഹൈറ്റ് വരുന്നത് 4 സെൻറ്റിമീറ്റർ. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇതാ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ 4 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അടിഭാഗത്തെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു വീതി 2 സെൻറ്റിമീറ്റർ. അത് മേലേക്ക് പോകുമ്പോൾ ഒരു 1.5 സെൻറ്റിമീറ്റർ ആകും. അപ്പോൾ 0.5ൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു കർവ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ ഫ്രണ്ടിൻ്റെ ഒരു ജോയിൻറ്റ് കാണുന്നില്ലേ, ജോയിൻറ്റ് ശരിക്കും കാണാൻ പാടില്ല, ഇതിൽ ചെറുങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റിൽ നിന്ന് ഈ ഒരു ഡോറ് വരെ ഈ ഒരു ലെങ്ത്ത് വരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. മറ്റേ ഡോറിൻ്റെ ഒരു വീതി വരുന്നത് 4.5 സെൻറ്റിമീറ്റർ ആണ് ഡോറിൻ്റെ വീതി. ഡോറിൻ്റെ ഹൈറ്റ് വരുന്നത് 11.5 സെൻറ്റിമീറ്റർ ആണ് ഡോറിൻ്റെ ഹൈറ്റ്. ഡോറിൻ്റെ ഹൈറ്റിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ക്വാർട്ടർ ഗ്ലാസ് തുടങ്ങുന്നത്. ഒരു ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല. ഈ ഒരു ബ്ലാക്കിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ക്വാർട്ടർ ഗ്ലാസ് തുടങ്ങുന്നത്. അതിൻ്റെ അളവ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ചെറിയൊരു അളവ് വിടുക. അപ്പോൾ ഡോറിൻ്റെ വീതി 4.5, ഡോറിൻ്റെ ഹൈറ്റ് 11.5 ആണ് വരുന്നത്. എല്ലാ സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ഇതൊക്കെ നിങ്ങൾ ഏകദേശം നോക്കി എടുക്കുക. അതായത് ഈ ഒരു ഗ്ലാസും ഇതൊക്കെ ഏകദേശം നോക്കി എടുക്കുക. അതിൻ്റെ ഒന്നും അളവ് ഞാൻ ഇപ്പം പറയുന്നില്ല. പിന്നെ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്, അതായത് ഡോറ് കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു ഡോറ് കഴിഞ്ഞിട്ട് വിൻഡോയിലേക്ക് 1.3 സെൻറ്റിമീറ്ററാണ് വിട്ടത്, ഈ ഒരു വിൻഡോയിലേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൻഡോസാണ് വരുന്നത്. വിൻഡോസിൽ വരുമ്പോൾ 6 വിൻഡോ ആണ് വരുന്നത് വണ്ടിക്ക്. അപ്പോൾ ഈ 6 വിൻഡോയിൽ ഫസ്റ്റ് വിൻഡോ മാത്രം ചെറിയൊരു അളവ് ഡിഫറൻസ് ഉണ്ട്. ബാക്കി 5 വിൻഡോയും സെയിം ലെങ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് 5.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതായത് ഇവിടുന്ന് ഇവിടെ വരെ 5 സെൻറ്റിമീറ്റർ. പിന്നെയുള്ള 1, 2, 3, 4, 5 വിൻഡോയും 7.2 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് മാത്രം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, ഫസ്റ്റ് വിൻഡോ മാത്രം. പിന്നെ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു 0.5 0.4 mm ഇങ്ങനെ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് 0.4 0.5 അവർ ഏകദേശം പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.4 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഹൈറ്റ്, അതായത് മെയിൻ ഗ്ലാസിൻ്റെ ഇത് 3.4 ഇവിടുന്ന് മുതൽ ഇവിടെ വരെ. പിന്നെ ചെറിയൊരു 0.2 mm ഒരു ബീഡിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.8 ആണ്. അതായത് ഈ ഒരു ബീഡിങ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വരെ 1.8. ബീഡിങ്ങിന് 0.2 എടുത്താൽ മതി, 0.2 mm. അതുപോലെ തന്നെ ഇതൊരു 0.5 mm എടുക്കുക. അപ്പം അങ്ങനെ 6 വിൻഡോസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ വീലിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡോറ് വിട്ടിട്ട് ഒരു 1.2 സെൻറ്റിമീറ്റർ ഒക്കെ വിടുക. 1.2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ വീൽ ആർച്ച് തുടങ്ങുന്നത്. അപ്പോൾ വീൽ ആർച്ചിൻ്റെ ഈ ഒരു ലെങ്ത്ത്, അതായത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ ഹൈറ്റ്, അതായത് ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ഈ ഒരു പോർഷൻ വരെ 3.5 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് 5 മേലോട്ട് 3.5. അതുപോലെ തന്നെയാണ് ബേക്ക് സൈഡ് അതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഈ ഒരു ലെങ്ത്ത്, അതായത് ഫ്രണ്ട് ഓവർ ഹാങ് പറയും ഈ ഒരു ഇത് മുതൽ വീല് തുടങ്ങുന്ന വരെ. ഓവർ ഹാങ് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ സെൻറ്ററാണ്, നമ്മൾ അതല്ല പറയുന്നത്. ഈ ഒരു ഇതുവരെ വീൽ തുടങ്ങുന്ന ഇതുവരെ 8.7 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് മുതൽ ബേക്ക് വീല് തുടങ്ങുന്ന വരെയുള്ളത് 21.8 സെൻറ്റിമീറ്ററാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 5 സെൻറ്റിമീറ്റർ വീലിൻ്റെ ഇത് വിടുക. പിന്നെ ഈ ഒരു വീല് തുടങ്ങുന്ന മുതൽ ബാക്ക് വരെ, ബാക്ക് പോർഷൻ കൂട്ടുന്നില്ല, നമ്മൾ സൈഡിൻ്റെ എന്താ പറയുന്നത്, അതായത് ഏകദേശം ഈ ഒരു പോർഷൻ ഇങ്ങനെ വരും. ബാക്കി ബാക്ക് പോർഷനിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഏകദേശം ഒരു ഇവിടെ വരെ നമുക്ക് വരുന്ന ലെങ്ത്ത് വെച്ചാൽ ഇവിടെ വരെ 9.2. ഇവിടുന്ന് ചെറിയൊരു മേലേക്കൊരു കയറി നിൽക്കുന്നില്ലേ, അപ്പോൾ അത് ഇവിടെ വരെ ഒരു 9.2 സെൻറ്റിമീറ്റർ എടുക്കുക. അതായത് ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുവരെ 9.2 എടുക്കുക. അത് കഴിഞ്ഞ് ചെറിയൊരു മേലേക്കൊരു ഇതുണ്ട്, അപ്പോൾ അത് അടി തട്ടാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്ന ബോഡിക്ക്. അതുകൊണ്ട് ബാക്കിൽ ചെറിയൊരു ഇത് വരുന്നുണ്ട്, അത് 3.3 സെൻറ്റിമീറ്ററാണ് ഇങ്ങനെയുള്ളത്. അതായത് ഇവിടുന്ന് 9.2 ആദ്യം എടുത്ത് ഒരു പോയിൻ്റ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മേലോട്ട് ഒരു 3.3 സെൻറ്റിമീറ്ററും കൂടി ലെങ്ത്തിലാണ് സൈഡ് ബോഡി വരുന്നത്. പിന്നെ നമ്മളെ ഗ്ലാസ്സിലേക്കുള്ള ഹൈറ്റ്, അതായത് ബോഡി സ്കേർട്ടിങ് കൂട്ടാണ്ട് ബോഡീൻ്റെ ഇവിടുന്ന് മുതൽ ടോപ്പ് വരെ 9 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. അതിൽ 5 സെൻറ്റിമീറ്റർ ഇവിടെ നിന്നാണ്, അതായത് 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് സൈഡ് ബീഡിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ മേലെ ഗ്ലാസ് വരെ. അപ്പോൾ ടോട്ടൽ 9 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ലെങ്ത്ത് വരുന്നത്. അതായത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ 9 സെൻറ്റിമീറ്റർ. അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.8 ആണ്. ഇവിടുന്ന് മുതൽ സ്കേർട്ടിങ് കൂട്ടാണ്ട് ബോഡി മുതൽ ടോപ്പ് വരെ 14.8 സെൻറ്റിമീറ്റർ. അപ്പം 13 സെൻറ്റിമീറ്റർ വീതിക്ക് 14.8 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അത്രത്തോളം ശരിയാണ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം ഫോട്ടോസ് നോക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഡോറ് മുതൽ ഈ ഒരു ടോപ്പ് പീസ് വരെ ഹൈറ്റ് ഒരു 3.1 എടുക്കാം. ഈ ഡോറിൻ്റെ എൻഡിങ് മുതൽ ഇവിടെ വരെ. ഇതൊക്കെ നിങ്ങൾ ഏകദേശം ഫോട്ടോസ് നോക്കി ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വിൻഡോ മുതൽ ഫ്രണ്ട് ഗ്ലാസ് വരെ ഈ ഒരു ബ്ലാക്ക് ലൈനിങ് ഇല്ലേ, അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 7.9. അതായത് ഡോറ് കഴിയുന്നെടുക്കുക ഇവിടുന്ന് ഫ്രണ്ട് ഗ്ലാസ് മുതൽ ഇങ്ങനെ 7.9 ഈ ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പോൾ സൈഡിൻ്റെ അളവ് കാര്യങ്ങൾ ഏകദേശം ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കൂട്ടി നോക്കുക. ഫുൾ ലെങ്ത്ത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സ്കെയിൽ കൊണ്ട് ഇപ്പോൾ എടുക്കൽ ഇതല്ല, വലിയ സ്കെയിലൊക്കെ എടുക്കാൻ വേണ്ടി പണിയാണ് താഴെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ ഫുള്ളായിട്ട് ലെങ്ത്ത് ഏകദേശം ഒരു 55 ആ ഒരു ഇതിലാണ് വരിക. കറക്റ്റ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഓരോ ഇതും എടുത്ത് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും സൈഡ് അളവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ അത് ചിലപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ വിട്ടുപോയതായിരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിൻഡോ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബേക്കിൽ ആ ഒരു വിൻഡോ ഇല്ലേ 7 സെൻറ്റിമീറ്റർ വരുന്നത്, ഇതിൽ ഒരു എമർജൻസി ഡോർ കൊടുത്താൽ മതി. അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, ബീഡിങ് വരെ ഉള്ളൊരു എമർജൻസി ഡോറ് അത് സെറ്റാക്കിയാൽ മതി. പിന്നെ ഫ്രണ്ടിലാണ് ചെറിയ മാറ്റം വരിക. ഫ്രണ്ടിൽ വിൻഡോ ഒക്കെ വരെ സെയിം തന്നെയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള അളവൊക്കെ സെയിം ആണ്. ഈ ഒരു ഡോറിൻ്റെ കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഡോറ് ഇതിൻ്റെ ബീഡിങ് കുറച്ച് താണിട്ട് വരും, അതായത് ഈ ഒരു ബീഡിങ്ങിനെക്കാട്ടിയും താഴെയാണ് ഈ ഒരു ബീഡിങ് വരിക. അപ്പോൾ ഈ ഒരു ബീഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.9 ആണ്. 4 എടുത്താലും പ്രശ്നമൊന്നുമില്ല. അതായത് ഈ താഴെ മുതൽ ഇവിടെ വരെ ഒരു 3.9 എടുക്കുക. അത് കഴിഞ്ഞാണ് നമ്മൾ ഡ്രൈവർ ഡോർ തുടങ്ങുന്നത്. ഡ്രൈവർ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 7.5.
7.5 സെൻറ്റിമീറ്ററാണ്. അതായത് ഡോർ ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 7.5 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഡോറിൻ്റെ വീതി, ഈ ഒരു വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്ററാണ്. ബാക്കി ഈ ഒരു വിൻഡോ കട്ടിങ്ങൊക്കെ നിങ്ങളതായ രീതിക്കൊന്ന് ചെയ്യുക. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മറ്റോ മെസ്സേജ് അയച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ കുറച്ച് ചെറുതാണ്, അപ്പുറത്തുള്ള പോലെ അധികം വീതി വരുന്നില്ല. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് വീഡിയോയിൽ അങ്ങനെ ഫോക്കസും ആകുന്നില്ല. ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ വരുന്നത് ഏകദേശം 1 സെൻറ്റിമീറ്ററാണ്. മേലേക്ക് വരുമ്പോൾ അത് 0.7 ആയിട്ട് ചുരുങ്ങും. അപ്പോൾ അപ്പുറം താഴെ 2 വന്നത്, ഇവിടെ 1 ഉള്ളൂ, അതായത് 1 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി ഇനിയിപ്പം പ്രധാനപ്പെട്ട അളവ് വെച്ചാൽ ടയറാണ്. ടയറിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ 4.7 സെൻറ്റിമീറ്ററാണ്. അതായത് റേഡിയസ് അല്ല പറയുന്നത്, ഡയമീറ്ററാണ് പറയുന്നത്. അതായത് ടയറിൻ്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ 4.8 സെൻറ്റിമീറ്റർ, ഇങ്ങനെയുള്ള ലെങ്ത്ത് 4.8 സെൻറ്റിമീറ്റർ. അതായത് ഔട്ടർ ഡയമീറ്റർ 4.8. അതുപോലെ തന്നെ ഇന്നർ ഡയമീറ്റർ പറഞ്ഞാൽ ഈ ഒരു വീൽ ഡിസ്ക് കാര്യങ്ങളൊക്കെ, റിമ്മ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഡയമീറ്റർ, റേഡിയസ് അല്ല ഡയമീറ്ററാണ്, ശ്രദ്ധിക്കുക. അതൊരു 2.8 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ വരും. അതായത് ഈ ബ്ലാക്ക് കളർ വരുന്ന പോർഷൻ ഇല്ലേ, അത് 1 സെൻറ്റിമീറ്റർ വരിക ഒരു ഭാഗത്ത്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തും കൂടി 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് ടയറിൻ്റെ അളവ് വരുന്നത്. അപ്പം പിന്നെ ഏകദേശം അളവ് കാര്യങ്ങളൊക്കെ ആയി. സൈഡിൻ്റെ അളവൊക്കെ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലോ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ വരുന്ന അളവ് ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ അളവ് വെച്ച് കഴിഞ്ഞാൽ 13 സെൻറ്റിമീറ്റർ വീതിക്കാണ് ചെയ്തത്. അതായത് ഈ ഒരു വിരൽ വെച്ചിട്ടില്ല, ഈ ഒരു ഇത് 13 സെൻറ്റിമീറ്റർ വീതി. അപ്പോൾ കൗൾ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ അല്ല സോറി 5.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏകദേശം ഒരു സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ 5.5 സെൻറ്റിമീറ്ററാണ് കൗളിൻ്റെ ഹൈറ്റ് വരുന്നത്. ബാക്കി അളവ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അതൊന്നും ഞാനങ്ങനെ അളവെടുത്ത് ചെയ്തതല്ല. ജസ്റ്റ് ഫ്രണ്ടിൻ്റെ ബ്ലൂ പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ ഞാൻ ചെയ്തതല്ല, നമ്മളെ AK ഗാരേജ് അതുപോലെ തന്നെ വിഷ്ണു ബ്രോ ഒക്കെ കൂടിയിട്ട് അങ്ങനെ അവർ ചെയ്തൊരു ബ്ലൂ പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ബ്ലൂ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ AK ഗാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും, അഭിഷേക് ബ്രോൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതല്ല എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനും അയച്ചു തരാം. അപ്പോൾ അവർ ചെയ്ത ആ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടാണ് ഞാനും ചെയ്തത്. ആ ഒരു ഫ്രണ്ടിൻ്റെ ബ്ലൂ പ്രിൻ്റ് 13 സെൻറ്റിമീറ്റർ വീതി വരുന്ന പോലെ പ്രിൻ്റ് എടുക്കുക. പ്രിൻറ്റിങ് ഷോപ്പ് പോയി കഴിഞ്ഞാൽ അളവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. അപ്പോൾ പ്രിൻ്റ് എടുത്തത് ഫോം ഷീറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കറക്റ്റ് പ്രപ്പോർഷണലായിട്ട് നമുക്ക് കിട്ടും അളവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സാധനം പ്രിൻ്റ് എടുക്കുക, ഫോം ഷീറ്റിൽ ഒട്ടിക്കുക, ബാക്കി കട്ട് ചെയ്തെടുക്കുക അങ്ങനെ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മളെ ചെറിയൊരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ട്രാവലറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയിലും നമ്മൾ ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വണ്ടീൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോ ചെയ്യാം. ഇതിൽ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ, ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഗ്ലാസ് ഹൈറ്റ് വരുന്നത് ഒരു 8 സെൻറ്റിമീറ്ററാണ് വരുന്നത് ഗ്ലാസ് ഹൈറ്റ്. അതായത് ഗ്ലാസിൻ്റെ ഹൈറ്റ് ഈ മേലത്തെ ഉള്ളത് കൂട്ടണ്ട, അതിൻ്റെ ഹൈറ്റ് ഞാൻ ഓൾറെഡി അപ്പുറം പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു കർവായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ബാക്കി കൊമ്പ് കാര്യങ്ങളൊക്കെ അവർ ഏകദേശം അളവ് വെച്ചിട്ട് ചെയ്യുക. അതിനൊന്നും പിന്നെ പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ബ്ലൂ പ്രിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കും ചെയ്യേണ്ടത്. ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് ബാക്കും ചെയ്യുക. ചെറിയൊരു ഡിക്കി കൊടുത്തിട്ടുണ്ട്, ഇവിടെയാണ് ബാറ്ററി ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ വയറിങ്ങിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ബാക്ക് അത്ര ഒരു ഇതായിട്ടില്ലെന്ന് എനിക്കറിയാം. ഈ ഒരു ഭാഗമൊക്കെ ഏകദേശം കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ ബാക്ക് അത്ര ഈ ഒരു ഭാഗം ഈ ഒരു ഏരിയ കുറച്ചൊന്ന് ശരിയാക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഫുൾ പണി കഴിയുമ്പോഴുള്ള വീഡിയോയിൽ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ ബ്ലൂ പ്രിൻ്റ് എടുക്കുക ചെയ്യുക. വീതി 13 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഹൈറ്റ് ഞാനിപ്പം അളന്നിട്ട് പറഞ്ഞുതരാം. ഹൈറ്റ് 14.1 അപ്പോൾ അത് കറക്റ്റാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരളവ് എടുത്താൽ മതി. 14.1 ഹൈറ്റ്. സൈഡ് ഹൈറ്റ് വരുന്നത് 14.8. അപ്പോൾ ആ ഒരു 14.1 14.8 0.7 നമുക്ക് കുറയുന്നത് ഈ ഒരു കർവിൽ നിന്നാണ്. അതായത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കർവില്ലേ, അതിലാണ് 0.7 mm കുറയുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളെ വണ്ടിയുടെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും. ബാക്കി ലൈറ്റ് വർക്കായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ
അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത വർക്കിൽ അതൊക്കെ ശരിയാക്കി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റീൽസായിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യണമെന്നില്ല, അക്കൗണ്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.